നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തൈത്തിരീയോപനിഷത്ത് എപ്പിസോഡ് 73. അപ്രകാരമുള്ള ഈ പ്രാണമയത്തിൽ നിന്ന് ഭിന്നമായി ഉള്ളിലുള്ളതാണ് മനോമയമായ ആത്മാവ്. അതുകൊണ്ട് ഈ പ്രാണമയമായ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു. അതും പുരുഷന്റെ സ്വരൂപത്തോടു കൂടിയതാണ്. അതിൻ്റെ പുരുഷാകാരത്വത്തെ അനുസരിച്ചാണ് ഇത് പുരുഷാകാരമായിരിക്കുന്നത്. അതിൻ്റെ ശിരസ് യജസ്സു തന്നെയാകുന്നു. ഋക്ക് വലത്തെ ചിറകാണ്, സാമം ഇടത്തെ ചിറകും, ബ്രാഹ്മണം ആത്മാവാണ്. അഥർവവേദത്തിലെ മന്ത്രങ്ങൾ പ്രതിഷ്ഠയ്ക്ക് സമാനമായ പുച്ഛമാകുന്നു. ആ വിഷയത്തിലും ഈ ശ്ലോകമുണ്ട്. യാതൊന്നിൽ നിന്ന് വാക്കുകൾ മനസ്സോടുകൂടി പ്രാപിക്കാനാവാതെ പിന്മടങ്ങുന്നു. ആ ബ്രഹ്മത്തിൻ്റെ ആനന്ദത്തെ അറിയുന്നവൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല എന്ന്. മുമ്പ് പറഞ്ഞ പ്രാണമയത്തിൻ്റെ യാതൊന്നാണോ ശരീരത്തിലുള്ള ആത്മാവ്, അത് ഇത് കൂടിയാകുന്നു. ആ പ്രസിദ്ധമായ മനോമയത്തിൽ നിന്ന് ഭിന്നമായി ഉള്ളിലുള്ളതാണ് വിജ്ഞാനമയമായ ആത്മാവ്. അതുകൊണ്ട് ഈ മനോമയമായ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു. അതും പുരുഷന്റെ സ്വരൂപത്തോടു കൂടിയത് തന്നെ. മനോമയത്തിൻ്റെ പുരുഷാകാരത്തെ അനുസരിച്ചാണ് ഇത് പുരുഷാകാരമായിരിക്കുന്നത്. അതിൻ്റെ ശിരസ് ശ്രദ്ധ തന്നെയാണ്. ശാസ്ത്രാനുസൃതമായ കർത്തവ്യജ്ഞാനം വലത്തെ ചിറകാണ്, സത്യം ഇടത്തെ ചിറകുമാകുന്നു, യോഗം ആത്മാവാകുന്നു, മഹത്വം പ്രതിഷ്ഠയ്ക്ക് സാധനമായ പുച്ഛവുമാകുന്നു. ആ വിഷയത്തിലും ശ്ലോകമുണ്ട്. വിജ്ഞാനവാൻ യജ്ഞം ചെയ്യുന്നു, കർമ്മങ്ങളെയും ചെയ്യുന്നു. എല്ലാ ദേവന്മാരും ഒന്നാമത്തെ വിജ്ഞാനമാകുന്ന ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. വിജ്ഞാനമാകുന്ന ബ്രഹ്മത്തെ അറിയുന്നുവെങ്കിൽ, അതിൽ നിന്ന് തെറ്റാതിരിക്കുന്നുവെങ്കിൽ ശരീരത്തിൽ പാപങ്ങൾ നീങ്ങി എല്ലാ ആഗ്രഹങ്ങളെയും അനുഭവിക്കുന്നു. മുൻപ് പറഞ്ഞ അതിൻ്റെ ശാരീരികമായ ആത്മാവ് ഇത് തന്നെയാകുന്നു. ആ പ്രസിദ്ധമായ വിജ്ഞാനമയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ളിലുള്ളതാണ് ആനന്ദമയനായ ആത്മാവ്. അതുകൊണ്ട് ഇത് നിറഞ്ഞിരിക്കുന്നു. അതും പുരുഷന്റെ രൂപത്തോടു കൂടിയത് തന്നെ. ആ വിജ്ഞാനമയന്റെ പുരുഷാകാരത്വത്തെ അനുസരിച്ചാണ് ഇത് പുരുഷാകാരമായിരിക്കുന്നത്. അതിൻ്റെ ശിരസ് പ്രിയം തന്നെയാണ്. മോദം വലത്തെ ചിറകാണ്, പ്രമോദം ഇടത്തെ ചിറക്. ആനന്ദം ആത്മാവാകുന്നു. ബ്രഹ്മം പ്രതിഷ്ഠയ്ക്ക് സാധനമായ പുച്ഛമാണ്. ആ വിഷയത്തിലും ഒരു ശ്ലോകമുണ്ട്. നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ